എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടയം സ്റ്റൈൽ ഇഞ്ചിക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പൊതുവേ ഈ രീതിയിലാണ് കല്യാണത്തിന് അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അതിനായിട്ട് തേണ്ട ഞാനൊരു 1/2 കിലോ ഉണ്ടെന്ന് തോന്നുന്നു ഇഞ്ചി അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുക്കി അത് ചോപ്പറിനകത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി മുഴുവനായും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ എണ്ണയ്ക്കകത്തൊന്ന് ഇഞ്ചിയെല്ലാം ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതീയിൽ വെച്ച് തന്നെ നമ്മളിത് കുറേ സമയം എടുത്ത് ചെയ്യണം. അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേയെല്ലാം കരിഞ്ഞു പോവും, കുറേയെല്ലാം മൂക്കാതെ കിടക്കും. അതേ രീതിയിലായിപ്പോവും. അപ്പം കുറേ നേരം ഞാൻ വറുത്ത് കഴിഞ്ഞ് ഇതേ പരിവായി പകുതി മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൊത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എനിക്ക് കൊത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ചിരണ്ടിയ തേങ്ങ ഒരു 2 കൈപ്പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങ വറുത്തരച്ചും സാധാരണ ഇഞ്ചിക്കറി ഞങ്ങൾ കോട്ടയംകാർ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഈ ഇഞ്ചിയും തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ വേണം നമ്മുടെ ഇഞ്ചിയും തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. ഇപ്പം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു സ്ട്രെയിനറിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഈ എണ്ണ മുഴുവൻ നമുക്കൊന്ന് മാറ്റിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് ഞാൻ അരിച്ച് വെച്ചിരുന്ന എണ്ണയാണ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്തൊരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും പൊട്ടി വന്നപ്പോഴത്തേനും നമ്മളിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു 5 കൊച്ചുള്ളി കനം കുറച്ചരിഞ്ഞതുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേന് അതൊന്ന് മൂത്ത് വരണം. നന്നായിട്ട് ഈ ഉള്ളി ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് ഗോൾഡൻ കളർ പോലെ ആയി വരണം. ആ സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവൊന്നും അധികം ഇല്ലല്ലോ. നമ്മുടെ ഇഞ്ചിക്ക് ഓൾറെഡി എരിവുണ്ട്. 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും തേങ്ങായും കൂടെ ഉള്ളതല്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ അരപ്പിനകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ ഈ സമയത്താണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരാത്തത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കും. നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുതിർന്ന് വന്നപ്പം കുറേശ്ശായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരേപോലെ നിൽക്കണം, ഒത്തിരി ആകരുത്, ഒന്നും കൂടിപ്പോകരുത്. അപ്പോഴാണ് നമ്മുടെ ഇഞ്ചിക്കറി അടിപൊളിയായിട്ട് വരുന്നത്. അപ്പം ഞാൻ കുറേശ്ശെ പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് സെറ്റാക്കി എടുക്കാനായിട്ടാണ്. അപ്പം കുറച്ചുകൂടെ ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് വെക്കണം. നമുക്ക് കുറച്ചുകൂടെ ഈ ഇഞ്ചിക്കറി ഒന്ന് ലൂസാക്കാനുണ്ട്. ഇരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുറുകും. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്
ശർക്കരയാണേ, ശർക്കരയോ പഞ്ചസാരയോ ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കരയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ശർക്കരയും എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് റെഡിയായി വരും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും മധുരവും എല്ലാം എരിവും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറിയാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.